ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്തായി നമ്മൾ രണ്ട് തിയറസ്റ്റിക്കൽ സൈദ്ധാന്തികപരമായ കാഴ്ചപ്പാട്, സാമൂഹിക ശാസ്ത്രത്തെ നമ്മൾ സൈദ്ധാന്തികപരമായ രീതിയിലാണ് വിലയിരുത്താറുണ്ട് ഓരോ ആശയങ്ങളെയും. അപ്പം അതിനകത്ത് സോഷ്യോളജിയിൽ പ്രധാനപ്പെട്ട രണ്ട് കാഴ്ചപ്പാടാണ് സ്ട്രക്ചറലിസവും ഫങ്ഷണലിസവും കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇതിനകത്ത് ഫങ്ഷണലിസം നിർവഹണവാദ കാഴ്ചപ്പാട്, അതായത് സമൂഹത്തിലെ ഓരോ ഘടകങ്ങളും ഓരോ സ്ഥാപനങ്ങളും ഉണ്ടായിട്ടുള്ളത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഫങ്ഷണലിസ്റ്റ് നിർവഹണവാദ കാഴ്ചപ്പാട് പറയുന്നത്. അപ്പം ഈ സാമൂഹിക ക്രമം എന്ന് പറയുന്നതും നിർവഹണവാദത്തിൻ്റെ അല്ലെങ്കിൽ നിർവഹണവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓരോ ക്രമവും ഓരോ ഭാഗങ്ങളും സമൂഹത്തിൻ്റെ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പം പരസ്പരം പങ്കുവയ്ക്കുന്ന വിശ്വാസങ്ങളും സദാചാര മനോഭാവങ്ങളും കൊണ്ടാണ് ഈ ക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ സമൂഹം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നതിന് ഈ മൂല്യങ്ങളുടെ അടിസ്ഥാന പൊരുത്തപ്പെടലുകൾ അനിവാര്യമാണ് എന്നാണ് പ്രസിദ്ധ നിർവഹണവാദ ശാസ്ത്രജ്ഞനായ ഡർഖീം പറയുന്നത്. അപ്പം സാമൂഹിക ക്രമം നിലനിർത്തുന്നതിൽ മതം, വിദ്യാഭ്യാസം, കുടുംബം എന്നീ സാമൂഹിക സ്ഥാപനങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അത് പ്രാധാന്യമുള്ളതാണെന്നാണ് ടർക്കോട്ട് പാഴ്സണും ചൂണ്ടിക്കാണിച്ചത്. ഇനി സംഘർഷവാദരുടെ കാഴ്ചപ്പാട്. സംഘർഷവാദം എന്ന് പറയുമ്പോഴത്തേക്ക് കോൺഫ്ലിക്റ്റ്, സമൂഹത്തിൽ എപ്പോഴും രണ്ട് വർഗ്ഗങ്ങളോ രണ്ട് വിഭാഗങ്ങളോ ഉണ്ടാവുകയും അവർ തമ്മിൽ പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സാമൂഹിക മാറ്റങ്ങളാണ് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അതാണ് സമൂഹശാസ്ത്രം എന്നുള്ളതാണ് സംഘർഷവാദ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിൽ പോലും ഈ പറഞ്ഞ സാമൂഹിക ക്രമത്തിൻ്റെ പല തട്ടുകൾ മൂല്യസമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം പ്രതിയോഗികളാണെന്നും ഈ സംഘങ്ങൾക്കിടയിൽ അധികാര ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എപ്പോഴും സംഘർഷങ്ങൾ നടക്കുന്നു എന്നുമാണ്. ആ സംഘർഷങ്ങളാണ് സാമൂഹിക മാറ്റത്തിന് കാരണമെന്നും അല്ലെങ്കിൽ അതാണ് സാമൂഹിക ക്രമം നൽകാൻ ശ്രമിക്കുന്നതെന്നുമാണ് സംഘർഷവാദ കാഴ്ചപ്പാടിൽ പറയുന്നത്. ഇനി പാരസ്പര്യ സിദ്ധാന്തം, ഇൻ്ററാക്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിൽ അവർ പറയുന്നത് ഓരോ സാഹചര്യത്തിനും അനുഗുണമായി വ്യക്തികൾ തങ്ങളെടുക്കേണ്ട സദാചാര മാനദണ്ഡങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കുന്നു. അതായത് സമൂഹത്തിൽ വ്യക്തികൾക്ക് പരസ്പരം ഇൻ്ററാക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞൊരു ക്രമം ഉണ്ടാകണം. ആ ക്രമത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളും ധർമ്മങ്ങളും ഉണ്ടാകണം. അപ്പോൾ ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ പരസ്പരം പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. ഇനി സാമൂഹിക നിയന്ത്രണത്തെപ്പറ്റിയും നിർവഹണവാദ കാഴ്ചപ്പാടും സംഘർഷവാദ കാഴ്ചപ്പാടുമുണ്ട്. നിർവഹണവാദികളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൻ്റെ അനിവാര്യതയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സമവായത്തെ അല്ലെങ്കിൽ സമവായം നിലനിൽക്കുന്നതിന് സാമൂഹിക നിയന്ത്രണം അത്യാവശ്യമാണെന്ന് നിർവഹണവാദികൾ പറയുന്നു. ഇനി സംഘർഷവാദികളോ ഭരണതാൽപര്യം സംരക്ഷിക്കാനാണ് സാമൂഹിക നിയന്ത്രണ നിർവഹർ പ്രവർത്തിക്കുന്നതെന്നാണ് സംഘർഷവാദ കാഴ്ചപ്പാട്. അതായത് നിയമവും പോലീസും ഭരണവർഗത്തിൻ്റെ ആജ്ഞാനുവർത്തികളാണെന്നും അവർ ഭരണകൂട വിമർശകരെ ഉന്മൂലനം ചെയ്യാൻ അധികാരമുള്ളവരാണെന്നും അതിനുവേണ്ടി മനുഷ്യരെ നിയന്ത്രിക്കുകയാണ്. അതായത് ആ ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് സാമൂഹിക നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ് സംഘർഷവാദ കാഴ്ചപ്പാടിൽ സാമൂഹിക നിയന്ത്രണത്തെക്കുറിച്ച് സംഘർഷവാദികൾ പറയുന്നത്. നിയമവും സാമൂഹിക നിയന്ത്രണങ്ങളും രാഷ്ട്രത്തിൻ്റെ ചൂഷണ ഉപാധികളാണെന്നും ബലപ്രയോഗത്തിലൂടെയാണ് സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നതെന്നും സംഘർഷവാദികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി പാരസ്പര്യവാദവരുടെ കാഴ്ചപ്പാടിലോ എല്ലാ പെരുമാറ്റങ്ങളും സാമൂഹിക നിർമ്മിതികളാണ്. അതായത് നിയന്ത്രണങ്ങളായാലും സാമൂഹിക ക്രമത്തിലുള്ള പെരുമാറ്റങ്ങളായാലും അതെല്ലാം സാമൂഹിക നിയന്ത്രണം അല്ലെങ്കിൽ അതെല്ലാം വ്യക്തിതലത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സമൂഹം നിർമ്മിച്ചിരിക്കുന്നതാണ്. അറിയാമല്ലോ, വ്യക്തികൾ ചേരുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പം സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഭാഗമായി നമ്മൾ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സാമൂഹികമായല്ല പ്രവർത്തിക്കുന്നത്, ഓരോ വ്യക്തികളുടെയും നിയന്ത്രണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്
പാരസ്പര്യവാദം അല്ലെങ്കിൽ ഇൻ്റർനാഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ പറയുന്നത്. ഇനി ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ എന്താണ് പറയുന്നത്? സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത് പുരുഷ സമുദായത്തെയും ഭരണവർഗത്തെയും നിലനിർത്തുന്നതിന് വേണ്ടി. കാരണം സമൂഹം എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമാണെന്നുള്ളതാണ് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളത്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സാമൂഹിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നാണ് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ 7ാമത്തെ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. അതായത് സാമൂഹ്യ നിയന്ത്രണം, ഏതൊക്കെ രീതിയിലാണ് സമൂഹം നിയന്ത്രിക്കപ്പെടുന്നത്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ നിയന്ത്രിക്കപ്പെടുന്നത്, സാമൂഹികമായിട്ടാണോ വ്യക്തിപരമായിട്ടാണോ നിയമങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നത്, മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏതൊക്കെ രീതിയിലുള്ള സാമൂഹിക, നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ വിപ്ലവങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം, ലോകമഹായുദ്ധങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സാമൂഹിക മാറ്റത്തിന് കാരണമായത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വിപ്ലവം എടുത്തിട്ട് ആ വിപ്ലവത്തിന് ശേഷം സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിലും നിങ്ങളുടെ 8ലെയും 9ലെയും 10ലെയും ക്ലാസ്സുകളിൽ സാമൂഹ്യ പാഠം ടെക്സ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകും നിങ്ങൾ വിപ്ലവങ്ങളെക്കുറിച്ച് പഠിക്കാൻ. 10ാം ക്ലാസ് മുഴുവൻ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം ഒക്കെയാണ്. അപ്പം വിപ്ലവത്തിന് ശേഷം എന്ത് മാറ്റമാണ്, എന്ത് സാമൂഹിക മാറ്റമാണ് ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ ശ്രമിക്കുക. എന്താണ് ഈ സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞത്, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ നിർവചിക്കേണ്ടത്. നിങ്ങൾക്കറിയാകുന്ന പാരിസ്ഥിതിക സാമൂഹിക മാറ്റങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പാരിസ്ഥിതിക സാമൂഹിക മാറ്റങ്ങൾ ഏതൊക്കെയാണ്, സാങ്കേതിക സാമ്പത്തിക ഘടകങ്ങൾ എങ്ങനെയാണ് ഈ മാറ്റങ്ങളെ സ്വാധീനിച്ചത്, അപ്പം ആ രീതിയിൽ ഗ്രാമവും പട്ടണവും നഗരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അവിടുത്തെ സാമൂഹിക ക്രമം എന്താണ്, അങ്ങനെയുള്ളത് നിങ്ങളിനി സിനിമകൾ കാണുമ്പോൾ, കഥകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോഷ്യോളജി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാണുന്ന കാഴ്ചകളിൽ, വായിക്കുന്ന കഥകളിൽ എല്ലാം, സിനിമകളിൽ എല്ലാം നമ്മളുടെ ഒരു സാമൂഹിക അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം ആ ഒരു ഘടകം എപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കണം. സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ, അവരുടെ രീതികൾ, നമുക്കെന്തായാലും പല പല സ്ഥലത്ത് പോയി യാത്ര ചെയ്ത് നമുക്ക് സമൂഹത്തിൻ്റെ വ്യത്യസ്ത രീതികൾ കണ്ടെത്താൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ സിനിമകളിലൂടെയും ചിത്രങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിതിനെപ്പറ്റി പഠിക്കുകയും വായിക്കുകയും. അപ്പം അങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് എങ്ങനെയാണ് ഓരോ മനുഷ്യ സമൂഹം മറ്റു മനുഷ്യരിൽ വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് കാണാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുക. ഏതൊരു പഠനമായാലും ആ പഠനം നമ്മളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴാണ് അത് കൂടുതൽ മൂല്യമുള്ളതായി തീരുക. ഓക്കെ.